തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സർക്കാരിന്റെ മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്താൻ CPM തീരുമാനിച്ചിരുന്നു. തിരിച്ചടിക്ക് കാരണമായ വിഷയങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകും. സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് 2024-25 സാമ്പത്തിക വർഷത്തിൽ 2 ഗഡുക്കളും 2025-26 3 ഗഡുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ക്ഷേമ പെൻഷൻ മുടങ്ങിയപ്പോഴും ശമ്പള പ്രതിസന്ധി ഉണ്ടായപ്പോഴും സർക്കാരിന്റെ ദൂർത്തിന് കുറവുണ്ടായില്ലെന്ന വിമർശനം ഉയർന്നിരുന്നു. ആരോപണം അന്ന് തള്ളിയ സർക്കാർ ഇപ്പോൾ പക്ഷേ യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. ചെലവുകളിൽ മിതവ്യയം പാലിക്കുകയും സർക്കാർ സേവനങ്ങൾ ജനങ്ങളിൽ സുതാര്യമായും സങ്കീർണമല്ലാതെയും എത്തിക്കുന്നതിനുള്ള പ്രത്യേക ഉത്തരവുകൾ 2024 ജൂലൈ 31-നകം ബന്ധപ്പെട്ട വകുപ്പുകൾ പുറപ്പെടുവിക്കുന്നതാണ്. ചിലവ് ചുരുക്കൽ നടപടി സംബന്ധിച്ച ഓരോ വകുപ്പും ഈ മാസം 31-നകം പ്രത്യേക ഉത്തരവിറക്കും. കാരുണ്യ മരുന്ന് വിതരണ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുക്കും. സപ്ലൈകോ കുടിശ്ശികയും ഉടൻ തീർക്കും. കരാറുകാർക്ക് കൊടുക്കാനുള്ള 2500 കോടി ഉടൻ നൽകും. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 600 കോടി ഈ സാമ്പത്തിക വർഷം കൊടുക്കും. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകാനുള്ള പ്രത്യേക പദ്ധതിയുമുണ്ട്. 2024-25 സാമ്പത്തിക വർഷം മുതൽ പ്രതിവർഷം 2 ഗഡു DA ജീവനക്കാർക്കും പെൻഷൻകാർക്കും അനുവദിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് സഭയിൽ വ്യക്തമാക്കിയ മുഖ്യമന്ത്രി പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണെന്ന വിമർശനമാണ് ഉന്നയിച്ചത്. ചിലവ് ചുരുക്കൽ നടപടികൾ സഭയിൽ പ്രഖ്യാപിക്കുന്ന അതേ സർക്കാരാണ് കേരളീയം പോലുള്ള ദൂർത്തുമായി മുന്നോട്ട് പോകുന്നത് എന്ന വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. നിയമസഭയിൽ നിന്നും അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.